ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തള്ളയെ തല്ലി അച്ചിട്ട് കരണം പൊളിക്കാതെ കൈകെട്ടി പ്രോത്സാഹിപ്പിക്കുന്ന മൊണ്ണനെ മാത്രം കണ്ടിട്ടുള്ള നിനക്ക് ആണിനെ അറിയില്ല. ഇനി ഇത്തരം ചെറ്റത്തരം നീ കാണിച്ച എന്റെ തനി സ്വരൂപം നീ കാണും. ഇനി നീയായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വന്ദനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഓ, ഇവിടെ ഇരിക്കായിരുന്നോ മാധവൻ ചന്ദ്രിക ദമ്പതികളുടെ മൂത്ത പുത്രൻ പ്രകാശൻ? തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ ചെലവ് നടത്തുന്നതിന്റെ കണക്കെഴുതാണോ? 10 മാസം ചുമന്നു പറ്റ അമ്മയുടെ വയറ്റിന് എത്ര വിലയിട്ടിരിക്കുന്നെ? അല്ല, ഒന്നറിയാനുള്ള കൗതുകം കൊണ്ടാ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. പല കാര്യങ്ങളും മനസ്സിലാക്കരുതെന്ന് വിചാരിക്കുന്നവർക്ക് പലതും മനസ്സിലാവില്ല. നിന്റെ ഫിലോസഫി കേൾക്കാൻ പ്രകാശിനിപ്പോ സമയമില്ല. സമയമുള്ളപ്പോ ഞാൻ പറയാം. അപ്പ നീ വന്ന് പറഞ്ഞാ മതി. ചെല്. അച്ഛനും അമ്മയും വെട്ടിമാറ്റാൻ ആരാ നിങ്ങൾ ആൺമക്കൾക്ക് അധികാരം തന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ പുറകില് നീ ഉണ്ടാവും. മര്യാദക്കേ ഇവളെ വിളിച്ചോണ്ടുവോ, ഇല്ലെങ്കിലേ കൂടപ്പറപ്പാണെന്ന് ഞാൻ നോക്കില്ല. ഒടിച്ച് കരണം വിളിക്കും ഞാൻ. ആ, അതിനുള്ള ആണത്തെ എന്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിലേ അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടവള് ഇപ്പോ വെപ്പുപല്ലും വെച്ചോണ്ട് നടന്നേനെ. അമ്മയെ പൂട്ടിയിട്ടവള് കരുതി കാണും അമ്മയുടെ വയറ്റിൽ ജനിച്ചതെല്ലാം അവളുടെ ഭർത്താവിനെ പോലെ തന്നെ മോഴകളായിരിക്കുമെന്ന്. ഇല്ല, ഇനി എന്റെ അച്ഛനും അമ്മയും ഒരു നോട്ടം കൊണ്ട് പോലും ഉപദ്രവിക്കാൻ നോക്കിയാ ദേ ഏട്ടനെന്നോ അനിയനെന്നോ നോക്കില്ല, കൊല്ലും ഞാൻ. എന്താ അവിടെ? മോളെ, മോളെ, എന്താ ഇതൊക്കെ? അമ്മേ, എന്താ മോളെ? അമ്മേ, മോളെ, അമ്മേ. മോളെ, ഹരിത നിന്റെ ഭർത്താവിന്റെ സഹോദരിയാ. അത് മറക്കരുത്. അവളെ കുറ്റപ്പെടുത്തുമ്പോഴേ അത് ജഗന് നോവും. നീ അതെന്താ ആലോചിക്കാത്തത്? അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ വീണ്ടും വിചാരം പഠിപ്പിച്ച് വിടണം. വീണ്ടും വിചാരവും വിവേകബുദ്ധി ഇല്ലാത്തത് വന്ദനയ്ക്കല്ല, എന്റെ പെങ്ങൾക്കാ. കെട്ടിയവനത് പഠിപ്പിച്ചും കൊടുത്തില്ല. അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുത്തോളാം. മോനെ, വേണ്ട. ഇപ്പൊ ഹരിതയെ വിളിക്കാൻ നിൽക്കണ്ട.
നാശം. ഉഫ്, അവിടെ ദോഷം. മനോജ്, ആ. ഒന്നും ആയില്ലേ ഇതുവരെ? നീ കൊറേ നേരം ആയല്ലോ അടുക്കള കിടന്ന് എന്ത് സർക്കസാ കാണിക്കുന്നേ? സർക്കസ് തന്നെയാ. കെട്ടിയാടുന്ന ഒന്നാം തരം കോമാളി വേഷു. നീ എന്തോ പറഞ്ഞല്ലോ. അമ്മയോട് നെറുകേട് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ അടുക്കള ജോലിയൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണല്ലോ അമ്മ തന്നെ ചെയ്യുമായിരുന്നല്ലോ. ഓ, അവന്റെ ഒരമ്മ. ദുശകനം പിടിച്ച ജന്മം. ആ നശിച്ച ജന്മത്തെ കണ്ട ആ ദിവസം പോക്ക. ദേ, ആ പൂതനയുടെ വക്കാലത്തും കൊണ്ട് വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. ആരെ ഇപ്പൊ കിടന്ന് വിളിക്കുന്നത്? ഏട്ടനാ. ഏട്ടൻ. ഹലോ. ജഗന, മനസ്സിലായി. നിനക്ക് ഇനിയും മനസ്സിലാവാത്ത ചില കാര്യങ്ങളെ പറഞ്ഞു തരാനാണ് ഞാനിപ്പോ വിളിച്ചത്. നീ ആരാടി? കൊച്ചു രാജാവിന്റെ മോളോ? രാജാവിന്റെ മോള് ഏട്ടന്റെ അമ്മായിയമ്മയല്ലേ? അപ്പൊ നിനക്ക് അറിയാം. എന്നിട്ടാണോടി നീ ആ അമ്മയെ ദ്രോഹിച്ചത്? എന്റെ കുഞ്ഞിനെ കൊന്നവര് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഒരമ്മയുടെ മനസ്സ് മനസ്സിലാക്കാനാവാത്ത നീയൊക്കെ പ്രസവിക്കാതിരിക്കുന്ന നല്ലത്. സ്വന്തം പെറ്റമ്മയെ മുറിയിലിട്ട് അടച്ചിട്ട് ഭാര്യയ്ക്ക് സ്തുതി പാടിയ മൊണ്ണനായ മനോജിന്റെ കുഞ്ഞിനെ പ്രസവിക്കാതിരുന്നതാ നീ ചെയ്ത ഏക പുണ്യം. മോനെ, ദേ, ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. മോളെ ഹരിതേ, നീ എന്റെ ഏട്ടവാത്സല്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇതുവരെ. എന്റെ ഉള്ളിൽ നെറികേടിനെതിരെ പ്രതികരിക്കുന്ന ആണൊരുത്തനുണ്ട്. തള്ളയെ തല്ലിയ അച്ചിയുടെ കരണം പൊളിക്കാതെ കൈകെട്ടി പ്രോത്സാഹിപ്പിക്കുന്ന മൊണ്ണനെ മാത്രം കണ്ടിട്ടുള്ള നിനക്ക് ആണിനെ അറിയില്ല. ഇനി ഇത്തരം ചെറ്റത്തരം നീ കാണിച്ച എന്റെ തനി സ്വരൂപം നീ കാണും. ഏട്ടന്റെ യഥാർത്ഥ രൂപം അച്ഛൻ എപ്പോഴും പറയുന്നത് നീ കേൾക്കാറില്ലേ? ഏത് മരവും പുരയ്ക്ക് മേലോട്ടാണ് ചായുന്നതെങ്കിൽ അത് കടക്കിൽ വെച്ച് മുറിച്ച് മാറ്റണമെന്ന്. അത് ഞാൻ ചെയ്യും. നിന്റെ കെട്ടിയവന്റെ കൊടുക്കടി ഫോൺ. മോനെ, എന്നാ, മോനെ വേണ്ട. ഇനി ഇതിന്റെ പേരിൽ വഴക്കും വക്കാണോ ഒന്നും വേണ്ട. ആ ഫോണിൽ തന്നെ. ഹലോ. നീ എവിടെയാടാ? അടുക്കളയിലോ അതോ അലക്കുപുരയിലോ? മാനത്തെ കൊട്ടാ